നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. യു.എസിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ജോബ് ഡേറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം വന്നതുകൊണ്ട് യു.എസ് മാർക്കറ്റ് പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നോണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി ജപ്പാനും സൗത്ത് കൊറിയയും പോസിറ്റീവാണ്. യു.എസും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡീലുകളെല്ലാം തന്നെ അവസാന വട്ട ചർച്ചകൾ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്റ്റിമിസം ഏഷ്യൻ മാർക്കറ്റുകളിൽ നിലകൊള്ളുന്നുണ്ട്. ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജൂൺ 12 തീയതി യു.എസിലെയും ഇന്ത്യയിലെയും ഇൻഫ്ലേഷൻ ഡേറ്റ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്ന ഡേറ്റുകളാണ്. അപ്പോൾ ആ രണ്ട് ഡേറ്റുകളിലും പൊസിഷൻ എല്ലാം തന്നെ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. കാരണം ഇത്തരം വലിയ ഈവൻറ്റുകൾ വരുന്ന ദിവസങ്ങളാണ് നെക്സ്റ്റ് ഡേ വലിയ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ. നമ്മുടെ ക്യാപിറ്റലിൻ്റെ വലിയ ശതമാനവും നഷ്ടപ്പെട്ടു പോകുന്നത് ട്രേഡിംഗ് ടൈമിലല്ല, മറിച്ച് ഗ്യാപ്പ് അപ്പുകളും ഗ്യാപ്പ് ഡൗണുകളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ ഈവൻറ്റുകൾ ചെക്ക് ചെയ്യേണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഗ്രീൻ കളറിലുള്ളത് കാണാം നിക്കി, ജപ്പാൻ മാർക്കറ്റ്, കോസ്പി, കൊറിയ. അതിപ്പോൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ്. എന്നാൽ തൊട്ട് താഴെ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, 37 പോയിന്റ് നെഗറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോ ഫ്യൂച്ചർ. അതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ PCR 1 ആണ്. ഇപ്പോൾ 25,000 മുകളിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. 25,000 സ്പോട്ട് ഡോട്ടർ ലൈൻ കാണാം. മേജർ റെസിസ്റ്റൻസ് സോൺ 25,500 സപ്പോർട്ട് സോൺ 24,500. അപ്പോൾ ഇതാണ് മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആസ് പെർ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് PCR 1 കാണാൻ സാധിക്കും. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഇൻഷുറൻസ് സ്റ്റോക്കുകൾ പ്രീമിയംസ് എല്ലാം തന്നെ 18% ഒരു വർധനവ് ഉണ്ടാവാനായിട്ട് IRDA അപ്രൂവൽ കൊടുത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. JHV ഇൻഫ്ര കമ്പനി ഇവർക്ക് 546 കോടി രൂപയുടെ ഓർഡർ കിട്ടി. BL കമ്പനി ഇവർ സെമി കണ്ടക്ടർ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാറ്റ ഇലക്ട്രോണിക്സ് ആയിട്ട് ഇവർ ധാരണയായി. M&Mന്റെ ഇയർ സെയിൽസ് എല്ലാം തന്നെ ജമ്പ് ചെയ്ത് 17% ഉയർച്ചയുണ്ട്. റൈറ്റ്സ് കമ്പനി HCL കമ്പനിയായിട്ട് മൈനിങ് ബിസിനസ് ചെയ്യാനായിട്ട് ധാരണയായി. പ്രസ്റ്റീജ് കമ്പനി കോവർക്കിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് നെക്ലസ് എന്ന കമ്പനിയായിട്ട് ധാരണയായി. സീമക്ക് കമ്പനി മുബാറക്ക് ബ്രിഡ്ജായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. കർണക്സ് മൈക്രോസിസ്റ്റം കമ്പനിക്ക് 181 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അഫ്കോൺ കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് 700 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇതാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസ് ആയിട്ട് എത്താം. താങ്ക് യു.